സബോളക്കണ്ണൻ ക്ഷേത്രത്തിലെത്തിയത് ശത്രുസംഹാര പൂജയ്ക്കോ? ഈ നോയമ്പ് കാലത്ത് ഓർത്തഡോക്സ് സഭയിലെ ഓളിയോസ് അല്ലെങ്കിൽ സബാളക്കണ്ണൻ എന്ന് ഉണ്ണവിശ്വാസികൾ വിളിക്കുന്ന ഒരു പൂച്ചാണ്ടി മെത്രാൻ പരിപാവനമായ ഒരു ക്ഷേത്രം സന്ദർശിച്ച് അശുദ്ധമാക്കിയേ എന്ന് ചില ഓർത്തഡോക്സ് കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലറി വിളിക്കുന്നത് കേട്ടു. മാത്രമല്ല, ഇത് നമ്മുടെ മാർത്തോമൻ പൈതൃകത്തിനും വിശ്വാസത്തിനും എതിരാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഈ പാവം മെത്രായോളിയെ പൊങ്കാലയിടുന്നത്. വിഘ്നേശ്വരനെ വണങ്ങി ദേവന് നിവേദിച്ച അവിടെ ഇരുന്ന പ്രസാദമായ കുറെ ഉണ്ണിയപ്പവും എടുത്ത് രണ്ടു കൈ കൊണ്ടും വാരി വാരി തിന്നുകൊണ്ട് ഇയാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ഞാൻ മാർത്തോമാ സ്ലീഹയെയും കണ്ടിട്ടില്ല, അവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വായിച്ചു മാത്രമുള്ള അറിവാണ് എനിക്കുള്ളത്, കേട്ടറിവ്. എന്നാൽ എൻ്റെ 2 തലമുറയ്ക്ക് മുമ്പ് എൻ്റെ അപ്പൻ്റെ പിതാവിൻ്റെ കാർന്നോര് ഒരു ഹൈന്ദവനായിരുന്നു എന്നറിയാം. അദ്ദേഹം ആർഷഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. അദ്ദേഹം സനാതന സത്യത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. പക്ഷെ പേര് ഗീവർഗസ് എന്നോ മത്തായിന്നോ യോഹനാനെന്നോ അല്ലായിരുന്നു. ഒന്നുകിൽ ഗോപാലൻ, അല്ലെങ്കിൽ ശങ്കരൻ, അതുമല്ലെങ്കിൽ കേളു, അല്ലെങ്കിൽ നാണു എന്നൊക്കെയാകാം. സത്യമല്ലേ? ഈ കുപ്പായ തൊഴിലാളിക്ക് ഈ ചുവന്ന അങ്കിയും തലയിൽ കെട്ടിയിരിക്കുന്ന ഈ പുള്ളിയുള്ള പഴന്തുണിയും എന്നാണ് കിട്ടിയത്? പരമാവധി എത്ര വർഷമായി കാണും? ഇവന്റെ ചവ എന്നാണ് ഉണ്ടായത്? ക്രിസ്തു എന്ന സത്യത്തെക്കുറിച്ച് ഇയാൾക്ക് എങ്ങനെയാണ് അറിവുണ്ടായത്? അതുകൊണ്ട് തൻ്റെ പിതാമഹന്മാർ കാണിച്ച ആ പോക്രിത്തരത്തിന് പ്രായശ്ചിത്തം ചെയ്യാനാണ് ഈ നാർന്നമേനി ഇന്ന് ക്ഷേത്രത്തിൽ കയറിയത് പോലും. കയറിയത് അമ്പലത്തിലെ തിരുമേനിമാരോട് നിങ്ങൾക്ക് കൈമുത്ത് കിട്ടുമോ, എത്ര കിട്ടും എന്നൊക്കെയാണ് ആദ്യം ചോദിച്ചത്. ഇദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നത് ഇദ്ദേഹം ക്ഷേത്രത്തിൽ പോയത് മറ്റൊന്നിനുമല്ല, ശത്രുസംഹാര പൂജ നടത്തുവാനാണ് എന്നാണ്. മത്തായി മൂന്നാമനെ അലവലാദികളായ മെത്രായോളികൾ ചേർന്ന് തോലിക്കയായി തിരഞ്ഞെടുക്കുവാൻ കാരണം അയാൾക്ക് 5 വർഷത്തേക്കാണ് പരമാവധി എഞ്ചിൻ ഗ്യാരണ്ടി അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അടുത്ത നിയുക്തനാകാം എന്ന് മോഹിച്ചാണ് സബാളക്കണ്ണൻ കുതികാലിയൊട്ടിന് കൂട്ടുനിന്നത്. എന്നാൽ വാഴൂർ മത്തായി തോലിക്കയായപ്പോൾ ആദ്യം പണി കൊടുത്തത് സബോളക്കണ്ണനിട്ടായിരുന്നു. ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടും മത്തായി പയർ പോലെ നടക്കുന്നു. അതുകൊണ്ട് വല്ല ശത്രുസംഹാര പൂജ വല്ലതും നടത്തി ഫിലമെന്റ് അടിച്ചു കളഞ്ഞാലോ എന്നോർത്താണത്രേ അവിടെ രാത്രിയിൽ എത്തിയത്. ആരെന്തു തന്നെ ഇയാളെക്കുറിച്ച് പറഞ്ഞാലും അതെല്ലാം ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കും. കാരണം ക്രൈസ്തവ സമൂഹത്തിന് കണ്ണു തട്ടാതെ ആരോ ഏതോ ദുർഘട സമയത്ത് സൃഷ്ടിച്ച ഒരു പ്രോഡക്റ്റാണിത്. ഇവനെ മെത്രാനാക്കല്ലേ എന്ന് 100 തവണ പലരും പറഞ്ഞതാണ്. ഇവൻ വ്യാജ പുലിക്കോടനാണ്, 5 പൈസയല്ല 50 പൈസ കുറവുള്ള മുതലാണ് എന്നൊന്നും പറഞ്ഞിട്ടും കേട്ടില്ല. കിട്ടിയത് മേടിച്ച് ആരോ ചുവന്ന നൈറ്റി മേടിച്ചു കൊടുത്തു, മെത്രായോളിയാക്കി. സഹോദരൻ്റെ കുടുംബം നശിപ്പിച്ചു, പിന്നെ നാട്ടുകാരുടെ നശിപ്പിച്ചു. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനായും ഇഞ്ചിഞ്ചായി തീർത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പള്ളിയിൽ നിന്നും വിളിച്ചു പറയുന്നത് കർത്താവല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, 10 കൽപ്പന പ്രമാണിക്കണം, അന്യജാതിക്കാരുടെ ആരാധനങ്ങളിൽ പോകരുത്, അന്യദേവന്മാർക്ക് നിവേദിച്ചതൊന്നും നീ ഭക്ഷിക്കരുത്, അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളെ വണങ്ങരുത്. എന്നിട്ട് ഇവൻ പോകാത്ത അമ്പലപ്പറമ്പുകളില്ല, സെൽഫി എടുക്കാത്ത അമ്പലക്കാളകളില്ല, വണങ്ങാത്ത വിഗ്രഹവുമില്ല. ഇന്നലെ കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം നടക്കുന്നത് അറിഞ്ഞ് രാത്രി 10 മണിക്ക് ആശാൻ വിളിക്കാതെ കയറി ചെന്നു. ചുവന്ന നൈറ്റിയുമൊക്കെ ഇട്ട് തലയിൽ വെച്ചുകെട്ടുമായി വരുന്ന ഈ ഐറ്റത്തെ കണ്ട് കഥകളിക്കാർ ഓർത്തത് അവരുടെ കഥകളി കഴിഞ്ഞ് കൂത്തു നടത്തുവാൻ വന്ന ഏതോ ആർട്ടിസ്റ്റാണെന്നാണ്. അവർ മാന്യന്മാരായതുകൊണ്ട് ഈ മെത്രാനെ പിടിച്ചൊരു കസേരയിൽ കൊണ്ടിരുത്തി കഥകളി കാണിപ്പിച്ചു. കഥകളി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ, കഥ നമ്മുടെ മത്തായി മൂന്നാമൻ അഥവാ മാത്യുസ് തൃതീയനെ കുറിച്ചായിരുന്നില്ലേ എന്നും ചോദിച്ചു. തൃതീയൻ എന്ന് കേട്ടപ്പോൾ സബാളക്കണ്ണൻ വിചാരിച്ചത് നമ്മുടെ മത്തായി മൂന്നാനെ കുറിച്ചാണ് എന്നാണ്. പിന്നെ വയറു വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ പിടിച്ചിരുത്തി കുറെ ഉണ്ണിയപ്പം വാരിക്കൊടുത്തു. അത് മൊത്തവും വാരി തിന്നു. തിന്നുന്നത് വീഡിയോ പിടിച്ച് വാർത്തയാക്കുമെന്ന് പാവം നിരീക്ഷിച്ചില്ല. മൊണ്ണയാണെങ്കിലും വീണ് കിട്ടിയാൽ പിടിച്ച് PR അടിക്കണം എന്നതാണ് പുതിയ തിയോളജി എന്നതുകൊണ്ട് തന്നെ ക്ഷേത്ര ഭാരവാഹികൾ അതെല്ലാം വൃത്തിയായും വെടിപ്പായും അങ്ങ് ചെയ്തു. അവരൊരു പത്രക്കുറിപ്പ് തയ്യാറാക്കി എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും അതുപടി വള്ളി കൊള്ളി വിടാതെ അങ്ങ് കൊടുക്കുകയും ചെയ്തു.
ഗണപതി ഭഗവാനെ തൊഴുതു വണങ്ങി ഗണപതി ഭഗവാന്റെ ഇഷ്ടപ്രസാദമായ ഉണ്ണിയപ്പവും കഴിച്ച് ക്ഷേത്ര ഭാരവാഹികളുമായും കഥകളി കലാകാരന്മാരുമായും അദ്ദേഹം സൗഹൃദ സംഭാഷണവും നടത്തി. ഓർക്കണം, വേളാങ്കണ്ണി പള്ളിയിൽ പോയി ഒന്ന് കയറി നിന്നു എന്ന് പറഞ്ഞാണ് വരിഞ്ഞിവിള എന്ന പാതിരിയെ ഈ സഭ സസ്പെൻഡ് ചെയ്തത്. ഇത് ക്ഷേത്ര ദർശനം നടത്തുക മാത്രമല്ല, പ്രാർത്ഥിക്കുകയും പ്രസാദം വാങ്ങി ശാപ്പിടുകയും ചെയ്ത മെത്രാനെതിരെ നടപടിയെടുക്കുവാൻ വാഴൂർ മത്തായിക്ക് പ്രാപ്തിയുണ്ടോ എന്നാണ്. ഉണ്ടാവില്ല. കാരണം പഴയ കഥകളൊക്കെ ഈ പിരിയിളകൻ വിളിച്ചു പറഞ്ഞാൽ മാനം പോകും. അതുകൊണ്ട് ഈ മെത്രായോളികൾക്ക് ഇനി ചെയ്യാവുന്നത് ഈ അളിഞ്ഞ നൈറ്റിയൊക്കെ അഴിച്ചു കളഞ്ഞ് ഒരു കോണകമൊക്കെ കൊടുത്ത് നടക്കുക. അവൻ്റെ റേഡിയേറ്ററൊക്കെ അല്പം തണുത്താൽ ഇപ്പോഴുള്ള ഈ അസുഖത്തിന് ഒരു ശമനം കിട്ടാൻ സാധ്യതയുണ്ട്. ചിണ്ടന് ഗീവർഗീസ് ആകാൻ പറ്റുമെങ്കിൽ ഗീവർഗീസിന് തിരിച്ച് ചിണ്ടനുമാകാം. ഇനി അതാണ് അന്തസ്. മാർത്തോമൻ പൈതൃകം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.